സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഏവർക്കും ഹൃദ്യമായ ബലിപെരുന്നാളിൻ്റെ ആശംസകളും അഭിവാദനങ്ങളും അർപ്പിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം ശുദ്ധമായ തൗഹീദിൻ്റെ മതമാണ്. ഏകദൈവ വിശ്വാസത്തിൻ്റെ സന്ദേശമാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അഷ്ടദിക്കുകളിൽ നിന്നും പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഒഴുകിയെത്തിയ 25 ലക്ഷത്തിലധികം ഹാജിമാർ മുഴക്കുന്ന തക്ബീറിൻ്റെ തൽബിയത്തിൻ്റെ മന്ത്രോച്ചാരണങ്ങളിൽ ഈ ഏകദൈവ വിശ്വാസത്തിൻ്റെ മഹത്വം നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ ചൈതന്യവും ആത്മാവുമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാകാം മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് പൂർത്തീകരിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന വിശ്വാസികൾക്ക് വലദത്തുഹു ഉമ്മുഹു, തൻ്റെ മാതാവ് പ്രസവിച്ച കുഞ്ഞിനെപ്പോലെ നിഷ്കളങ്കനായി, പാപരഹിതനായി, ശുദ്ധമനസ്കനായി തിരിച്ചു വരുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉണർത്തിയിട്ടുള്ളത്. ആ രൂപത്തിൽ ഈ വർഷം ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾക്ക് അവരുടെ നാടുകളിലേക്ക് മടങ്ങിയെത്താനും ഇസ്ലാമിൻ്റെ പ്രകാശം ലോകത്തിൻ്റെ മുഖ്യമൂലകളിൽ പ്രചരിപ്പിക്കുവാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉയർന്ന നിലവാരമാണ് ഇസ്ലാം എല്ലാ കാര്യങ്ങളിലും പുലർത്തുന്നത്. ദൈവവിശ്വാസത്തെപ്പറ്റിയുള്ള ഖുർആനിൻ്റെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെയാണ്: ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹുവിനെ പോലെ ഒരു കാര്യവുമില്ല, ഒരു വസ്തുവുമില്ല. അവനെല്ലാം കാണുന്നവരും കേൾക്കുന്നവരുമാണ്. ഒന്നുകൂടി ഖുർആൻ ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. സൂറ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാകുന്നു എന്ന് പ്രവാചക പറയണം. എന്നിട്ട് അവസാനിപ്പിക്കുന്നത് വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി മറ്റാരും തന്നെ ഇല്ല എന്നുള്ള അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ്. അഥവാ ബഹുദൈവ വിശ്വാസത്തെയും ആരാധനകളെയും ഒക്കെ അപലപിക്കുകയും ഏകദൈവ വിശ്വാസത്തിൻ്റെ മഹത്വം വിളംബരപ്പെടുത്തുകയും ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗദർശനങ്ങളുമാണ് ഹജ്ജ് കർമ്മത്തിലുടനീളം അനുസ്മരിക്കപ്പെടുന്നത്. മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അവരുടെ കുടുംബത്തിൻ്റെയും ത്യാഗപൂർണമായ പരിശ്രമങ്ങളാണ് ഹജ്ജ് കർമ്മത്തെ ഏറ്റവും മനോഹരമാക്കുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി ഖുർആൻ പരാമർശിക്കുന്ന വേളകളിലെല്ലാം രണ്ട് കാര്യങ്ങൾ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. വഖാലു കൂനു ഹൂദൻ ഔ നസ്വാറ തഹ്തദു ഖുൽ ബൽ മില്ലത ഇബ്രാഹിമ ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. 2-ാം അധ്യായം 135-ാമത്തെ വചനം. നിങ്ങൾ യഹൂദികളോ ക്രിസ്ത്യാനികളോ ആവുക, ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ആവുക, എങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥ മാർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രവാചക പറയണം, ബൽ മില്ലത ഇബ്രാഹിമ ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബിയുടെ മില്ലത്തും മാർഗവുമാണ് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളാണ് അവിടെ ഖുർആൻ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സൂചിപ്പിക്കുന്നത്. ഒന്ന്, അദ്ദേഹം ഹനീഫായിരുന്നു എന്നതാണ്, വക്രതയില്ലാത്തവനായിരുന്നു ഒന്ന്. രണ്ടാമത്തേത്, ഒരിക്കലും അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനായിരുന്നില്ല എന്നാണ്. ഖുൽ, പ്രവാചക പറയണം, സദഖല്ലാ, അള്ളാഹു സത്യം പറഞ്ഞിരിക്കുന്നു. ഫത്തബിഉ മില്ലത ഇബ്രാഹിം, അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും വിശ്വാസികളും മഹാനായ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് മാർഗം മുറുകെ പിടിക്കണം, പിൻപറ്റണം. കാരണം അത് ഹനീഫായിട്ടുള്ള മാർഗമാണ്. ഒരു വക്രതയും കാപട്യവുമില്ലാത്ത ഋജുവായ മാർഗമാണ് ഇബ്രാഹിം നബി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഒരിക്കലും അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനായിരുന്നില്ല. 3-ാം അധ്യായം 95-ാമത്തെ വചനം. ഈ അടിസ്ഥാനപരമായ ആദർശ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഇബ്രാഹിമിൻ്റെ മില്ലത്ത് ഉയർത്തിപ്പിടിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടവരും അതിനുവേണ്ടി പതിഞ്ഞ് പുതുക്കേണ്ടവരുമാണ്. ഇസ്ലാമിലെ വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, ഈ ദൈവവിശ്വാസത്തിൻ്റെ പകരമായി നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നത് മതനിരാസമാണ്. മതം ആവശ്യമില്ലെന്ന് പറയുന്ന, മതത്തെ നിരാകരിക്കുന്ന, മതത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെയും അതിൻ്റെ അച്ചടക്കത്തെയും അതിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെയും എല്ലാം കളഞ്ഞു കുളിച്ചുകൊണ്ട് പുതിയ ലിബറൽ ചിന്താഗതികൾ
സർവതന്ത്ര സ്വതന്ത്രവാദം നമ്മുടെ യുവാക്കൾക്കിടയിൽ, നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ വളർന്നു വരികയാണ്. കോളേജ് ക്യാമ്പസുകളിൽ അതിൻ്റെ ലേബലുകൾ ഓരോ ദിനവും വർദ്ധിച്ചു വരികയാണ്. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമാണ് ലോകത്ത് പ്രകാശം പരത്തിയിട്ടുള്ളത്. ഇസ്ലാമാണ് ലോകത്തിൻ്റെ നെറുകയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മറ്റുള്ള എല്ലാ ചിന്താഗതികളെയും നിരാകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്തുകൊണ്ട് മനുഷ്യവിമോചനത്തിൻ്റെ കാഹളം മുഴക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മതം പുരോഗതിക്ക് തടസ്സമാണെന്ന് പറയുന്നു. നമുക്ക് സ്വാഭാവികമായും നമുക്കവരോട് ചോദിക്കുവാനുള്ളത്, മതത്തെയും ധാർമ്മികമായിട്ടുള്ള അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെയും മാറ്റിവെച്ചാൽ മതമെന്ന് പറയുന്ന, പ്രത്യേകിച്ചും ഇസ്ലാം എന്ന് പറയുന്ന മതത്തെയും അതിൻ്റെ ധാർമ്മിക നിലപാടുകളെയും അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന അച്ചടക്കത്തെയും ഇല്ലാതാക്കിയാൽ പിന്നെ ലോകത്തെന്താണ് അവശേഷിക്കുക? ഓരോ പുതിയ കൗമാരക്കാരും ചെറുപ്പക്കാരും ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇന്നത്തെ ഖുത്ബയുടെ പ്രധാനപ്പെട്ട മെസ്സേജായി ഞാനത് സൂചിപ്പിക്കുകയാണ്. സ്വാഭാവികമായും മറ്റുള്ള പ്രത്യയശാസ്ത്രങ്ങൾ, മറ്റുള്ള സമൂഹങ്ങളും സമുദായങ്ങളും സംഘടനകളും പ്രസ്ഥാനങ്ങളും ലോകത്തിന് നൽകിയ സംഭാവനകൾ എന്താണ്? അധിനിവേശവും ഏകാധിപത്യവും ലോകമഹായുദ്ധങ്ങളും രക്തപ്പുഴകളുമാണോ പുരോഗമനമെന്ന് ചോദിക്കുവാൻ യുവാക്കൾ സന്നദ്ധമാകണം. മതത്തെയും ധാർമ്മിക മൂല്യങ്ങളെയും ഇസ്ലാമിനെയും പ്രവാചകനെയും അള്ളാഹുവിനെയും പരിഹാസപാത്രമാക്കുന്ന ആളുകളോട് പ്രിയപ്പെട്ട യുവാക്കളും കുട്ടികളും വിദ്യാർത്ഥികളും കോളേജ് ക്യാമ്പസുകളിലും സാധാരണക്കാർ അങ്ങാടികളിലും മറ്റുള്ള ആളുകളോട് ചോദിക്കാൻ നമുക്ക് സാധിക്കണം. അധിനിവേശം നടത്തി ഏകാധിപത്യം ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കി ലോകമഹായുദ്ധങ്ങളും രക്തപ്പുഴകളും സൃഷ്ടിച്ചുകൊണ്ടുള്ളത് ഏത് പുരോഗമനമാണെന്ന് പറയുവാൻ അവർക്ക് ബാധ്യതയുണ്ട്. ഫലസ്തീനിലെ നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുകയും സമാനതകളില്ലാത്ത കൊടും ക്രൂരത ഓരോ ദിനവും ആശുപത്രികളിലും ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്ന കുഞ്ഞുങ്ങൾക്കുടെ മുമ്പിലും വെടിയുണ്ടകളുടെ ശബ്ദം മുഴങ്ങിക്കേൾക്കുമ്പോൾ അതേത് പുരോഗമനമാണ് എന്ന് ചോദിക്കുവാൻ പ്രിയപ്പെട്ട കുട്ടികളെ നമുക്ക് സാധിക്കണം. ഇവിടെ രണ്ടാമത് വളർന്നു വരുന്നത് അന്ധവിശ്വാസങ്ങളാണ്. വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ പോലും മതവിശ്വാസത്തിൻ്റെ പേരിൽ, പ്രത്യേകിച്ചും ഇസ്ലാമിൻ്റെ പേരിൽ പോലും അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടമായി ഇത് മാറിയിരിക്കുന്നു. ഭരണാധികാരികൾ, പ്രധാനമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ വിദ്യാസമ്പന്നരായ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പുരോഗതിയുടെ ഉത്തുംഗതയിലെത്തി എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ രാജ്യത്ത് പോലും അന്ധവിശ്വാസങ്ങളുടെ തടവറകളിൽ ജീവിക്കുകയാണ് മനുഷ്യ സമൂഹം. അതിനെതിരെ ശക്തമായി പ്രതിരോധം തീർക്കുവാൻ യുവാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമുക്ക് ബാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബലിപെരുന്നാൾ. ജീവിത സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയും ആഗ്രഹ സഫലീകരണങ്ങൾക്ക് വേണ്ടിയും മനുഷ്യ ദൈവങ്ങൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നവരായി നമ്മുടെ ഭരണാധികാരികളും പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും മാറിപ്പോകുന്നു. പ്രതിമകളുടെയും ജ്യോത്സ്യന്മാരുടെയും മക്ബറകളുടെയും ജാരങ്ങളുടെയും അവിടെയൊക്കെ തീർത്ഥാടനങ്ങൾ പോകുവാൻ നമ്മുടെ ആളുകൾ സന്നദ്ധമാവുകയാണ്. യഥാർത്ഥത്തിൽ 3 പള്ളികളിലേക്ക് മാത്രമേ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തീർത്ഥാടനം പോകാൻ പാടുള്ളൂ എന്ന് അതിശക്തമായി മുസ്ലിം സമുദായത്തെ ബോധ്യപ്പെടുത്തിയ മതമാണ് ഇസ്ലാം. ആ പ്രവാചകനാണ് നമുക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. മക്കായിലെ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിലേക്കും മദീനയിലെ പരിശുദ്ധമായ മസ്ജിദുൽ നബവിയിലേക്കും മസ്ജിദുൽ അക്സയിലേക്കും മാത്രമേ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് യാത്ര പോകാൻ പാടുള്ളൂ എന്നുള്ള അസന്നിഗ്ധമായ പ്രഖ്യാപനം കാറ്റിൽ പറത്തി പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ ബന്ധിക്കപ്പെട്ട ഒരു സമുദായമായി മുസ്ലിംകൾ മാറിപ്പോകുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിരോധത്തിന്റെ കൊടുങ്കാറ്റുകൾ അഴിച്ചുവിടാൻ ഈ രാജ്യത്തെ മുസ്ലിംകൾക്കും ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും ഇസ്ലാമിക സംഘടനകൾക്കും ബാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇബ്രാഹിം നബി ഹനീഫായിരുന്നു എന്നതാണ് രണ്ടാമത്തെ സന്ദേശം. എല്ലാ നമസ്കാരത്തിൻ്റെ ആദ്യ വേളകളിലും നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫ മുസ്ലിമ വമാ അന മിനൽ മുശ്രിക്കീൻ. എൻ്റെ മുഖത്തെ നേർക്ക് നേരെ ഞാൻ അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു. അവിടെ പറയുന്നത് മുസ്ലിമായിക്കൊണ്ട്, രണ്ടാമത് പറയുന്നത് ഹനീഫായിക്കൊണ്ട്. യാതൊരു വക്രതയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ള ശക്തമായിട്ടുള്ള പ്രതിജ്ഞയാണ് ഓരോ ദിവസവും 5 നേരം ഓരോ മുസ്ലിം പുരുഷനും
ഓരോ മുസ്ലിം സ്ത്രീയും ഓരോ മുസ്ലിം കുട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മതപ്രവർത്തനങ്ങളിൽ ഭക്തി ഉണ്ടാകണമെന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നു. സൂക്ഷ്മതയും വിനയവും വിട്ടുവീഴ്ചയ്ക്കും പകരം മതപ്രവർത്തനങ്ങൾ വക്രതയുടെയും കാപട്യത്തിൻ്റെയും കുതന്ത്രങ്ങളുടെയും അഹങ്കാരത്തിൻ്റെയും അതേ രൂപത്തിൽ ദുർഗുണങ്ങളുടെയും ദുശ്ശീലങ്ങളുടെയും പ്രതിരൂപങ്ങളായി മാറുകയും. മതപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? അത് സുതാര്യമായിട്ടായിരിക്കണം. നമ്മുടെ സംസാരത്തിൽ അത് ബഹിർഗമിക്കണം. നമ്മുടെ പെരുമാറ്റങ്ങളിൽ അത് മാതൃകയായി വർത്തിക്കണം. അതിന് പകരമായി മതപ്രവർത്തനം എന്ന് പറയുന്നത് വക്രതയുടെ മാർഗമായി മാറുന്നു. കാപട്യത്തിൻ്റെയും കുതന്ത്രങ്ങളുടെയും അടയാളങ്ങളായി മതപ്രസ്ഥാനങ്ങളും മതസംഘടനകളും മാറിപ്പോകുന്നു. അഹങ്കാരവും പൊങ്ങച്ചവും കാണിക്കുന്ന മുസ്ലിം സമൂഹത്തെ നാം കാണുന്നു. എല്ലാവിധ ദുർഗുണങ്ങളുടെയും എല്ലാവിധ തെറ്റുകുറ്റങ്ങളുടെയും പാപത്തിൻ്റെയും മാലിന്യങ്ങളിൽ മുങ്ങിക്കുളിച്ച ആളുകളായി നിർഭാഗ്യവശാൽ നമ്മുടെ യുവാക്കൾ മാറിപ്പോകുന്നു. നമ്മുടെ പുരുഷന്മാരും സ്ത്രീകളും കുടുംബങ്ങളും മാറിപ്പോകുന്നു എന്നത് വളരെ ഖേദത്തോടുകൂടി അനുസ്മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, കുട്ടികളെ, എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് എല്ലാവിധ ദുർഗുണങ്ങളിൽ നിന്നും ദുശ്ശീലങ്ങളിൽ നിന്നും മാറി ഇസ്ലാമിൻ്റെ യഥാർത്ഥ സന്ദേശം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ബലിയർപ്പണമാണ് ഇസ്ലാമിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. മൃഗത്തെ ബലിയറുക്കുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ഭൗതികമായിട്ടുള്ള അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ദൈവമാർഗത്തിൽ ബലിയർപ്പിക്കാനുള്ള ത്യാഗസന്നദ്ധതയുടെ പ്രതീകമാണ് ഈ ബലിപെരുന്നാളിൽ നാം നടത്തുന്ന ഉദ്ഹിയത്ത് എന്ന് പറയുന്നത്. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങൾ നൽകുന്ന മാംസമോ ഭക്ഷണമോ അള്ളാഹുവിന് ആവശ്യമില്ല. പക്ഷേ നിങ്ങളിൽ നിന്ന് അത് മുഖേന പ്രാപ്യമാകുന്ന, നിങ്ങളിൽ നിന്ന് അത് മുഖേന ലഭ്യമാകുന്ന തഖ്വയും ഭക്തിയുമാണ് വിശ്വാസികളെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി ആവശ്യമായിട്ടുള്ളത് എന്ന് ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളും, മുഴുവൻ പുരുഷന്മാരും, ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും വിശ്വാസികളും പുരുഷന്മാരും മഹാനായിട്ടുള്ള ഇബ്രാഹിമിനെ പോലെ ത്യാഗത്തിന് സന്നദ്ധമാകാൻ തയ്യാറാകണമെന്ന് പ്രഖ്യാപിക്കുന്ന സുദിനമാണ് ബലിപെരുന്നാൾ. പ്രതിസന്ധികളുടെ ആഴക്കടലിൽ വെല്ലുവിളികളുടെ കുന്തമനുകൾക്ക് മുമ്പിലൂടെയാണ് ഇസ്ലാമിക സമുദായം, ഇസ്ലാമിക സമൂഹം പ്രാദേശിക തലങ്ങളിലും ദേശീയവും അന്തർദേശീയവുമായ തലങ്ങളിലും കടന്നു പോകുന്നത് എന്ന് തിരിച്ചറിയുവാൻ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് എല്ലാ പുരുഷന്മാരും മഹാനായിട്ടുള്ള ഇബ്രാഹിമിനെ പോലെ ത്യാഗത്തിന് സന്നദ്ധമാകണമെന്ന് ഓരോ വിശ്വാസിയോടും ഓരോ കുടുംബത്തോടും ആവശ്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായി, നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ സ്ത്രീകളും മഹദിയായിട്ടുള്ള ഹാജറ ബീവിയെ പോലെ ഭർത്താവിനോടുള്ള കൂറ് കാണിക്കുവാൻ സന്നദ്ധമാകണം, ഭർത്താവിനെ അനുസരിക്കുവാൻ സന്നദ്ധമാകണം. അതിലുപരി നമ്മുടെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിനെയും പ്രപഞ്ച സൃഷ്ടാവിനെ അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് മതത്തിൻ്റെ ധാർമ്മിക ശിക്ഷണശീലങ്ങളിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകാതെ ഭർത്താവിനോടും മക്കളോടും നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ അയൽവാസികളോടും സ്നേഹവും ബഹുമാനവും ആദരവും അവർക്കെല്ലാം സ്നേഹത്തിൻ്റെ ശുശ്രൂഷയും നൽകുവാൻ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ സ്ത്രീകളും മഹദിയായിട്ടുള്ള ഹാജറ ബീവിയെ പോലെ സന്നദ്ധമാകണം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ വിദ്യാർത്ഥികളും അവരുടെ ക്യാമ്പസുകളും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയകളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ സുദിനത്തിൽ പ്രതിജ്ഞ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ലഹരി പോലെയുള്ള മാരകമായ കാര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ എല്ലാ സംസ്കാരങ്ങളെയും നാം വളർത്തിയെടുത്തിട്ടുള്ള എല്ലാ പാരമ്പര്യത്തെയും കളഞ്ഞു കുളിച്ചുകൊണ്ട് മാതാപിതാക്കൾക്കെതിരിലും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാർക്കെതിരിലും മതത്തിൻ്റെ അധ്യാപനങ്ങൾക്കെതിരിലും മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്ന ആളുകൾ സർവതന്ത്ര സ്വതന്ത്രവാദത്തിൻ്റെ പേരിൽ, ലിബറൽ ചിന്താഗതികളുടെ പേരിൽ ഞങ്ങൾക്ക് കുടുംബത്തെ ആവശ്യമില്ലെന്നും ഞങ്ങൾക്ക് മാതാപിതാക്കൾ ആവശ്യമില്ലെന്നും പറയുന്ന ഒരു പുതിയ സംസ്കാരം നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വരുമ്പോൾ അതിനെതിരിൽ നമ്മുടെ കുടുംബങ്ങളെ ഒന്നായി ചേർത്ത് പിടിക്കേണ്ട, നമ്മുടെ മാതാപിതാക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ പരിചരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് വിശ്വാസികൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഇസ്മായിലിനെ പോലെ അനുസരണശീലമുള്ളവരായി മാറണം. മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുന്നവരായി മക്കൾ മാറണം. അതിലുപരി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അതിലുപരി മഹാനായ പ്രവാചക തിരുമേനിയുടെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിലൂടെ ഏറ്റവും കൃത്യമായ രൂപത്തിൽ, വളരെ കണിശമായ രൂപത്തിൽ പാലിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെയും
ഇസ്ലാമിന്റെ നിയമവിധികളെയും ഇസ്ലാമിന്റെ വിധിവിലക്കുകളെയും ഹറാമുകൾ ഒഴിവാക്കുകയും ഹലാലുകൾ മാത്രം നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി മുസ്ലിം കുട്ടികളും ചെറുപ്പക്കാരും സാധാരണക്കാരും വളർന്നു വരേണ്ടതുണ്ട്. ഹാജറ ബീവിയുടെ ഓട്ടം നമ്മൾ അറിയണം. സഫാ കുന്നിന് മുകളിൽ നിന്ന് ആരംഭിച്ച് മറവയിലേക്കും തിരിച്ചുമുള്ള ഓട്ടം, ഹാജറ ബീവി ഓടിയ പോലെയുള്ള ഓട്ടം നമ്മുടെ യുവാക്കളും യുവതികളും നമ്മുടെ സാധാരണക്കാരും ഓടുന്നുണ്ടോ എന്നുള്ള ആത്മപരിശോധനയ്ക്ക് സന്നദ്ധമാകാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. എല്ലാ കുട്ടികളും ഇസ്മായിലിനെ പോലെയും എല്ലാ പുരുഷന്മാരും മഹാനായ ഇബ്രാഹിമിനെ പോലെയും എല്ലാ സ്ത്രീകളും മഹദിയായിട്ടുള്ള ഹാജറ ബീവിയെ പോലെയും ആകണമെന്നതാണ് നാം സൂചിപ്പിക്കുന്നത്. ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ ഈ മാർഗത്തെ ആരെങ്കിലും വെറുക്കുകയാണെങ്കിൽ, എന്നിട്ട് അള്ളാഹു പറയുന്നു, ഒരിക്കലും അള്ളാഹുവിന്റെ ഈ ഒരു മാർഗത്തെ വെറുക്കുന്നവർ നമ്മിൽപ്പെട്ടവരല്ല. ഇബ്രാഹിം നബി അള്ളാഹു ലോകത്തും പരലോകത്തും സംരക്ഷിക്കുകയും ആ രൂപത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്ത പ്രവാചകനാണ്. അള്ളാഹു ആ രൂപത്തിൽ ഇബ്രാഹിമിന്റെ മാർഗം പിന്തുടരുന്ന വിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇസ്ലാം എന്ന് പറയുന്നത് പ്രകൃതി മതമാണ്. ഈ പ്രകൃതിയോട് താദാത്മ്യം പ്രാപിക്കുന്ന മതമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ പ്രകൃതി അള്ളാഹു അംഗീകരിക്കുന്നു. ചില സ്ഥലങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പുണ്യമുണ്ട് എന്ന് അള്ളാഹു പറയുന്നു. അതിനെ നമ്മൾ ബഹുമാനിക്കണം. ചില സമയങ്ങൾക്കും വസ്തുക്കൾക്കുമൊക്കെയുള്ള പ്രത്യേക പരിഗണനകൾ നൽകുന്നു. അതിന് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഷആയിറുള്ള എന്ന് പറയും, അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ. ഹുർമാത്തില്ല എന്ന് പറയും, അള്ളാഹുവിന്റെ പവിത്രമാക്കിയ കാര്യങ്ങൾ. അതിനോടൊക്കെ ബഹുമാനം പുലർത്തുവാൻ നമുക്ക് സാധിക്കണം. ഖുർആൻ പറയുന്നു, ദാലിക മമൻ യുഅല്ലിം ഹുർമാത്തില്ല, അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങളെ ആരെങ്കിലും ബഹുമാനിച്ചാൽ ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബിഹി, തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ അത് അവന് ഗുണഗണം, ഖൈറാണ്. 22-ാമത്തെ 30-ാമത്തെ വചനം. ദാലിക മമൻ യുഅല്ലിം ശആയിറല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുകയാണെങ്കിൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയങ്ങളിൽ ഭക്തിയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നാണ് 22-ാമത്തെ 32-ാമത്തെ വചനം. അപ്പോൾ അള്ളാഹുവിനോടുള്ള ആദരവ്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ നാം ആദരിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള ആദരവായി പരിഗണിക്കപ്പെടും. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുകയാണെങ്കിൽ, അതിനനുസൃതമായി ജീവിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള അനുസരണവും അള്ളാഹുവിനോടുള്ള ബഹുമാനവും ആദരവുമായി പരിഗണിക്കപ്പെടുമെന്നാണ്. പ്രത്യേകിച്ചും പുതിയ കാലത്ത് നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്ലാമിക സംസ്കാരമാണ് പറയുന്നത്. അതിന് വിരുദ്ധമായിട്ടുള്ള ഏകതാ സംസ്കാരം, ലോകത്തുള്ള എല്ലാവരും ഒരു പ്രത്യേക സംസ്കാരത്തിൻ്റെ അടിമകളാക്കാനുള്ള ഗൂഢമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് പറയുന്ന പുതിയ നേതാക്കന്മാരും ഭരണാധികാരികളുമാണ് നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ രംഗത്ത് മറുഭാഗത്ത്, ഒരു ഭാഗത്ത് അങ്ങനെ നമ്മുടെ ചിഹ്നങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ, മറുഭാഗത്ത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ധാർമ്മിക ശിക്ഷണശീലങ്ങളെയും കാറ്റിൽ പറത്തി അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പുതിയ തലമുറയും. ഇത് രണ്ടുമാണ് പ്രശ്നം. നമ്മുടെ ആചാരങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇസ്ലാമിക ആചാരങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നതിന് പകരം അതിന് വിരുദ്ധമായിട്ടുള്ള ആചാരങ്ങളും സമ്പ്രദായങ്ങളുമാണ് മുസ്ലിംകളുടെ വീടുകളിൽ ഇത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അനുഷ്ഠാനങ്ങൾ പരിശോധിച്ച് നോക്കൂ. ആരാധനകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് പകരമായി നമ്മുടെ വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്താണ്? വേഷവിധാനങ്ങൾ ഇസ്ലാമിന് നിർബന്ധമായിട്ടുള്ള കടമയും ബാധ്യതയുമുണ്ട്. നമ്മുടെ പുരുഷന്മാരുടെ വേഷങ്ങൾ എങ്ങനെയാണ്, നമ്മുടെ സ്ത്രീകളുടെ വേഷങ്ങൾ എങ്ങനെയാണ്, അത് കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്. പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീകളും സ്ത്രീകളുടെ വേഷം ധരിക്കുന്ന പുരുഷന്മാരും നമ്മുടെ വീടുകളിൽ വളർന്നു വരുന്നുണ്ട്. ആരാണ് പുരുഷനെന്നും ആരാണ് സ്ത്രീയെന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഇസ്ലാമിക സംസ്കാരത്തെയും ഇസ്ലാമിന്റെ ആദർശ പ്രതിബദ്ധതയെയും ഇസ്ലാമിന്റെ അച്ചടക്കത്തെയും ഇല്ലാതാക്കുന്ന ഗൂഢമായ പദ്ധതികൾക്കെതിരെ അതിശക്തമായ ബോധവൽക്കരണവും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന സമൂലമായ പരിവർത്തനവും ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഓർമ്മപ്പെടുത്തുവാൻ ഈ സന്ദർഭം പോലെ പരിശുദ്ധമായ മറ്റൊരു സന്ദർഭമില്ല എന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആ രംഗത്ത് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതേ രൂപത്തിൽ ആഘോഷങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. പെരുന്നാൾ ആഘോഷമാണ് നമുക്കുള്ളത്. മറ്റുള്ള ഒരുപാട് ആഘോഷങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. നക്ഷത്രങ്ങൾ തൂക്കുന്ന, പടക്കങ്ങൾ പൊട്ടിക്കുന്ന, നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതാക്കുന്ന ആഘോഷങ്ങൾക്ക് പിന്നാലെ അതേ രൂപത്തിൽ ആരെങ്കിലും ജനിച്ചാൽ, മരിച്ചാൽ ഓരോ വർഷത്തിലും അങ്ങനെ ആഘോഷങ്ങളുടെ മേൽ ജീവിക്കുന്ന സമുദായമായി
മുസ്ലിങ്ങളാകാൻ പാടില്ല എന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട്. അതൊക്കെ കുറച്ചൊക്കെ ചെയ്യുന്നു. അതിലപ്പുറം എന്തൊക്കെ കാര്യങ്ങളാണ് മുസ്ലിം സമുദായം കാട്ടിക്കൂട്ടുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൂചിപ്പിക്കുന്നുണ്ട്, ഇന്നൽ മുഅ്മിൻ, ഒരു വിശ്വാസി, യറാ ദുനൂബഹു കഅന്നഹു ഖായിദുൻ തഹ്ത ജബൽ, ഒരു വിശ്വാസിയെ പറ്റിയാണ് പറയുന്നത്. നമ്മളങ്ങനെ ആകണം. ഒരു മലയുടെ അടുത്ത് നമ്മൾ നിൽക്കുന്നു. ഒരു വിശ്വാസി എന്തെങ്കിലും പാപങ്ങൾ വന്നു പോകുന്നതിനെ ഒരു മലയുടെ മുകളിൽ നിന്നിട്ട് അത് താഴോട്ട് വീട് പോയാൽ എന്തുമാത്രം പേടിയുണ്ടാവും, ഇങ്ങനെ പിടിച്ചു നിൽക്കും. അതേ രൂപത്തിലുള്ള പേടി വേണം, അതേ രൂപത്തിലുള്ള ഭയം വേണം നമ്മൾ പാപങ്ങൾ ചെയ്യുമ്പോൾ. അങ്ങനെയുള്ളവരാണ് വിശ്വാസികൾ. പാപങ്ങൾ ചെയ്യുമ്പോൾ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് വീണു പോകുമോ എന്നുള്ള പേടിയോടുകൂടി ജീവിക്കുന്നവൻ. നമ്മൾ അങ്ങനെ ആകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. രണ്ടാമത്തേത് പ്രവാചകൻ പറയുന്നു, എന്നാൽ അധർമ്മകാരികൾ, അവിശ്വാസികൾ എങ്ങനെയാണ്? അവർക്ക് പാപത്തിന്റെ നിലപാടുകൾ എങ്ങനെയാണ്? വൈനൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബുൻ മറ അലാ അംഫി. നമ്മുടെ മൂക്കുമ്മൽ ഒരു ഈച്ച വന്നാൽ അങ്ങനെ ഉണ്ടാവും. എന്ത് മനോഹരമായ ഉപമയാണ് പ്രവാചകന്റേത്. നമ്മുടെ മൂക്കുമ്മൽ ഒരു ഈച്ച വന്നാൽ അങ്ങനെ തട്ടിക്കളയും. ഇതേ രൂപത്തിലാണ് അവിശ്വാസികൾക്കും അധർമ്മകാരികൾക്കും ഇസ്ലാമിനെ അവഹേളിക്കുന്നവർക്കും പാപങ്ങളുടെ മാലിന്യങ്ങളിൽ ജീവിക്കുമ്പോൾ അവർക്ക് അങ്ങനെ തോന്നും. നമ്മൾ എങ്ങനെയാകണമെന്ന് ഓരോ വിശ്വാസികളും തീരുമാനിക്കണം. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹു മിൻഹും, ഒരു ജനതയോട് ആരെങ്കിലും സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവരാണെന്ന് പ്രവാചക വചനമുണ്ട്. ഇബ്രാഹിം നബിയുടെയും ഹാജറ ബീവിയുടെയും ഇസ്മായിലിൻ്റെയും ഹജ്ജ് സംബന്ധമായിട്ടുള്ള സ്മരണകൾ അയവിറക്കുന്ന സന്ദർഭമാണിത്. അതുകൊണ്ട് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ചിഹ്നങ്ങളെയും ആദരിക്കാൻ നമുക്ക് സാധിക്കണം. എഴുത്തിക്കാതിയ, ഒന്ന് വിശ്വാസപരമായിട്ടുള്ള ചിഹ്നങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ചിഹ്നമാണ്. ആ ചിഹ്നത്തെ ഞാനൊരു 25 മിനിറ്റ് സമയം, അതുകൊണ്ട് എഴുത്തിക്കാതിയ വിശ്വാസപരമായിട്ടുള്ള ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങളെ ആദരിക്കാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ചിഹ്നമാണ്. ഓരോ ദിവസവും ഖുർആൻ പാരായണം നടത്തണം. തിലാവത്തുൽ ഖുർആൻ. ഇന്നിപ്പോൾ രാവിലെ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ആരെങ്കിലും ഖുർആൻ പാരായണം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് ഖുർആൻ ബൈഹാർട്ടാക്കണം, മനഃപ്പാഠമാക്കണം കുറച്ചൊക്കെ. പിന്നെ ഖുർആനിലുള്ള ആശയങ്ങളെ പറ്റി ചിന്തിക്കണം. ഇപ്പം സൂര്യനും ചന്ദ്രനും ഒക്കെ കൃത്യമായിട്ടുള്ള രീതിയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പം അതിനെപ്പറ്റി ചിന്തിക്കണം. അപ്പോൾ മാസപ്പിറവി കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകും. അങ്ങനെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം. രണ്ടാമത് പറയുന്നത് മക്കാനിയ, സ്ഥലങ്ങളെ പറ്റിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പള്ളികളാണ്. നമ്മുടെ ചിഹ്നം, അള്ളാഹുവിൻ്റെ ചിഹ്നം. വാനൽ മസാജിദില്ല ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, പള്ളിയിൽ നിന്ന് വേറെ ആരോടും പ്രാർത്ഥിക്കരുത് എന്ന് അടിസ്ഥാന തത്വമാണ്. പിന്നെ പള്ളിയൊക്കെ നല്ല വൃത്തി ഉണ്ടായിരിക്കണം. പള്ളിയിൽ നിന്ന് ബാങ്കെല്ലാം കൊടുക്കണം എല്ലാ സമയത്തും. അതൊരാൾ മാത്രമല്ല, ഈ കാണുന്ന എല്ലാ ആളുകൾക്കും പോയി എപ്പോഴെങ്കിലുമൊക്കെ ഒരു ബാങ്ക് കൊടുക്കാം. പിന്നെ ഇക്കാമത്ത് കൊടുക്കണം. അത് മുക്രിനെ മാത്രം കാത്തിക്കണ്ട, നമുക്ക് ഒരു ഇക്കാമത്ത് ഞാൻ കൊടുക്കാമെന്ന് പറയാം. പിന്നെ നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് പള്ളികൾ. അവിടെ ദിക്റുകൾ ചൊല്ലണം. പള്ളിയിൽ പോയാൽ വെള്ളിയാഴ്ചയൊക്കെ പലപ്പോഴും നമുക്കറിയാം. ഞാൻ കോഴിക്കോട് പോയ സമയത്ത് എനിക്ക് അത്ഭുതമാണ്. ഒരു 11:30 മണിയാകുമ്പോഴേക്ക് പോയി. അവിടെ ഒരു ഒന്നാമത്തെ സ്റ്റെപ്പിൽ മുഴുവനും പ്രായം ചെന്നവരും യുവാക്കളും ഇന്ന് ഖുർആൻ ഓതുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ, ഇവിടെയൊക്കെ എനിക്കറിയാം, ഒരു 12:30 ഇങ്ങനെ നമ്മൾ ബാങ്ക് കൊടുത്ത് കുറേ കഴിഞ്ഞിട്ടാണ് വരിക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള പാവപ്പെട്ടവരെന്ന് നമ്മൾ പറയുന്ന, പോയത്തക്കാരെന്ന് നമ്മൾ പറയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് വിശ്വാസികൾ ഇസ്ലാമിൻ്റെ സന്ദേശം ജീവിതത്തിൽ പ്രചരിപ്പിക്കുകയും ജീവിതത്തിൽ സ്വായത്തമാക്കുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾ ലോകത്തുണ്ട്. പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ വെള്ളിയാഴ്ചത്തെ ജുമാ കിട്ടാൻ വേണ്ടിയിട്ട് സുബഹ് നമസ്കരിച്ചവരെ പോകൂല. ഹജ്ജിന് പോകുന്നവർക്കറിയാം. അങ്ങനെയാണ്. ആ ഒരു വിശ്വാസത്തിൻ്റെ ദൃഢതയിലേക്ക് നമ്മൾ കടന്നു വരണമെന്നാണ് പറയുന്നത്. പിന്നെ ദിക്റുകൾ ചൊല്ലണം. പിന്നെ അഷായറു സമാനിയ, റമദാൻ മാസത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. അതേ രൂപത്തിൽ പരിശുദ്ധ കഅബാലയം, സഫ, മർവ, സംസം, മിന, അറഫ, മുസ്ദലിഫ, ജംറ, ഇങ്ങനെയുള്ള വെള്ളിയാഴ്ച ദിവസം അതിനൊക്കെ ഒരു പവിത്രത കൽപ്പിക്കണം. നേരത്തെ പള്ളിയിലെത്തണം വെള്ളിയാഴ്ച. ആ രൂപത്തിൽ മഹാനായിട്ടുള്ള ഷെയ്ഖ് ഡോക്ടർ സാലിഹ് ഹുമൈദ് ഇന്നലെ വ്യാഴാഴ്ച നടത്തിയ അറഫ പ്രഭാഷണം എന്തായിരുന്നു? തഖ്വയെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനും ആ കാര്യം ബോധിപ്പിക്കുകയാണ്, വിശദീകരിക്കുന്നില്ല. മതം സമ്പൂർണ്ണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യാഴാഴ്ച നടത്തിയ പ്രൗഢഗംഭീരമായ അറഫ പ്രഭാഷണം എല്ലാവരും കേൾക്കണം. മതം സമ്പൂർണ്ണമാണ്. ഈ മതത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതില്ല. വിദ്യാർത്ഥികളും അന്ധവിശ്വാസികളും കടത്തിക്കൂട്ടേണ്ടതില്ല. അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാവരോടും ഇഹ്സാൻ കാണിക്കണം. നന്മയാണ് നമ്മുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. ഈമാൻ കാര്യങ്ങൾ 6 അതെല്ലാവർക്കും അറിയണം. അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, അന്ത്യദിനത്തിലുള്ള വിശ്വാസം, നന്മയും തിന്മയുടെയും നിർണയം അള്ളാഹുവിൽ നിന്നാണെന്ന വിശ്വാസം കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയണം. ഇസ്ലാം കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം പറഞ്ഞു. പുതിയ കാലത്ത് വഖഫ് ഭേദഗതിക്കെതിരെ
സുപ്രീം കോടതിയിൽ പുതിയ ഒരു ഉമീദ് പോർട്ടൽ ഉണ്ടാക്കിയ ഒരു ദിവസമാണ് ഇന്നലെയൊക്കെ. ആ രൂപത്തിൽ വലിയ പ്രതിസന്ധികൾ ഇസ്ലാമിക സമൂഹം നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ സന്ദേശങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു 5 മിനിറ്റ് സമയം കൂടി പറയാം. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പരീക്ഷണങ്ങളാണ് മുസ്ലിം സമുദായം ഇന്ന് നേരിടുന്നത്. മുസ്ലിംകളുടെ ഭൂപ്രദേശങ്ങളെ അധിനിവേശം നടത്താനും വിഭവങ്ങൾ കൊള്ളയടിക്കാനുമുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ ഗൂഢമായ കുതന്ത്രങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണകൂടം പോലും ക്രൂരമായ ചെയ്തികളാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭീകരതയും വംശീയ കലാപങ്ങളും ഉന്മൂലന ഭീഷണികളും പൗരത്വ ഭേദഗതി ബില്ലും ഏക സിവിൽ കോഡും ബുൾഡോസർ പരീക്ഷണങ്ങളും അവസാനം വഖഫ് ഭേദഗതി ബില്ലും. ഇന്ന് പുതിയൊരു പോർട്ടലും വന്നു. അതിൻ്റെ നിയമങ്ങൾ ഇങ്ങനെ വന്നു. സുപ്രീം കോടതിയിലായ തീരുമാനമായില്ല. അതിനു മുമ്പ് തന്നെ പുതിയ പോർട്ടൽ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനെല്ലാം ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയരേണ്ടതുണ്ട്, പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. എങ്ങനെയാണ്? എല്ലാ മതനിരപേക്ഷ കക്ഷികളുടെയും കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മുസ്ലിം സംഘടനകളുടെ പൊതുവായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ പ്രാദേശിക തലങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകണമെന്നതാണ്. ഈ രൂപത്തിൽ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളെ, വെല്ലുവിളികളെ നേരിടാനുള്ള കരുത്ത് വിശ്വാസികൾക്കുണ്ടാകണം. അതേ രൂപത്തിൽ നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് ശരീരത്തിന് സൗഖ്യം ഉണ്ടാകണം, മനസ്സിന് സംതൃപ്തി ഉണ്ടാകണം, ആളുകളോടൊക്കെ ഒരു നല്ല പെരുമാറ്റം ഉണ്ടാകണം. ആ രൂപത്തിൽ നമ്മുടെ പ്രധാനുഷ്ഠാനവും നമ്മുടെ ഇഫ്താറും നമ്മുടെ സക്കാത്തും നമ്മുടെ ഹജ്ജും നമ്മുടെ പെരുന്നാളാഘോഷവും നമ്മുടെ തക്ബീർ ധ്വനികളും എല്ലാം തന്നെ ഈ ഒരു മാനസികാവസ്ഥയ്ക്ക് അതിന് പകരമായിട്ട് പകയും വിദ്വേഷമൊക്കെ നമ്മൾ അവസാനിപ്പിക്കണം. നമ്മുടെ ചുറ്റുഭാഗത്തേക്കും പരിശോധിച്ച് നോക്കൂ. അനിസ്ലാമിക പ്രവണതകളുടെ തള്ളിക്കയറ്റമാണ്. അനിസ്ലാമിക പ്രവണതകൾ, അങ്ങാടികൾ നോക്കൂ, കല്യാണാഘോഷങ്ങൾ നോക്കൂ, കലാ ക്യാമ്പസുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കൂ, വീടും പരിസരവും നോക്കൂ. ഓരോരുത്തരും അവർക്ക് തോന്നിയ രൂപത്തിൽ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളെ അപവടിക്കുകയും തള്ളിക്കളയുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിൽ നിന്ന് നമ്മുടെ സമൂഹത്തിന് മോചനമുണ്ടാകണം എന്ന് നമ്മളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് ബലിപെരുന്നാൾ. 2ാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹം ശവസംസ്കാരത്തിൽ പങ്കെടുത്തു. കുറച്ച് ഉറങ്ങിപ്പോയി. അപ്പം മകൻ വന്ന് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട പിതാവേ, താങ്കൾ ഭരണാധികാരിയാണ്, ആളുകൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് തിരിച്ചു കൊടുക്കുവാൻ താങ്കൾക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ലുഹറിൻ്റെ സമയത്ത് നമുക്കത് ചെയ്യാം മകനെ. പക്ഷേ മകൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പ്രിയപ്പെട്ട പിതാവേ, ലുഹറിൻ്റെ സമയം വരെ, ഉച്ച സമയം വരെ താങ്കൾ ജീവിച്ചിരിക്കുമെന്ന് ആരാണ് താങ്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന മകൻ്റെ മനോഹരമായ ചിത്രം ഇസ്ലാമിക അധ്യാപനങ്ങളിൽ വളരെ പ്രകടമാണ്. അദ്ദേഹം മകനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറയുന്നു, എൻ്റെ ദീനിയായിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് ഉപദേശം നൽകുവാൻ ഇങ്ങനെയുള്ള മകനെ സംഭാവന ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതിയുമെന്ന് പറഞ്ഞുകൊണ്ട് മകൻ്റെ നെറുകയിൽ ചുംബിക്കുന്ന ഭരണാധികാരികളാണ് നമുക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. അങ്ങനെയുള്ള സച്ചരിതരായ പ്രവാചകന്മാരും മഹാന്മാരായിട്ടുള്ള സഹാബികളും ഖലീഫമാരുമാണ് മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വിശ്വാസികൾക്ക് സാധിക്കണം. നാവുകളല്ല, ഹൃദയങ്ങളിലാണ് തക്ബീർ ധ്വനികൾ മുഴക്കേണ്ടത്, പുതുവസ്ത്രങ്ങളല്ല. അതോടൊപ്പം ഹസ്തദാനമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ദാനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ജീവിത രീതികളിലുമെല്ലാം ഇസ്ലാമിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ സ്വാഭാവികമായും ധൂർത്തും പൊങ്ങച്ചവും കാണിക്കുന്നവരായി മാറുന്നു. തൻ്റെ സമ്പത്ത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള പ്രഗത്ഭരാണ് നമുക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. നമ്മുടെ പള്ളി പരിപാലനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണം അത്യന്താപേക്ഷിതമാണെന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദർശനിഷ്ഠ നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കണം. അച്ചടക്കം നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കണം. അടുക്കും ചിട്ടയുമുള്ള ധന്യമായ വ്യക്തിത്വമാണ് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടത്. ആ വിധത്തിൽ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ വെല്ലുവിളികളെയും പ്രതിരോധിച്ചുകൊണ്ട് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് മഹാന്മാരായ പ്രവാചകന്മാർ കടന്നു വന്ന വഴികളിൽ, മഹാന്മാരായ സഹാബികൾ നടന്നു നീങ്ങിയ പാതകളിൽ നമ്മുടെ കുട്ടികളെയും നമ്മുടെ ചെറുപ്പക്കാരെയും നമ്മുടെ സാധാരണക്കാരെയും നമ്മുടെ പണക്കാരെയുമെല്ലാം ഒന്നിപ്പിച്ചു നിർത്തി ഐക്യത്തിൻ്റെ ഭാഷം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, വിശ്വാസിനികളിൽ, ചെറുപ്പക്കാരിൽ, യുവാക്കളിൽ അള്ളാഹു നമ്മുടെ കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.